മ്യൂസിക്കൽ ചാറ്റ് ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും റിമി ടോമിയുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി രണ്ട് കോമഡിയുടെ വെറും രാജാവെന്നല്ല, ഭീകര രാജാക്കന്മാരെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യം പറയാനാണെങ്കിൽ 1973 തൊട്ട് ഇപ്പോൾ 2013 വരെ ഇദ്ദേഹം സജീവമായിട്ട് സിനിമയിലാണെങ്കിലും സീരിയലിലാണെങ്കിലും കോമഡി ഷോസിലൊക്കെ ആണെങ്കിലും ഇദ്ദേഹം സജീവമായിട്ട് നിൽക്കുന്ന ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കോമഡി കാസറ്റുകളോടൊക്കെ നിങ്ങൾ സുപരിചിതനായ ഒരു വ്യക്തിയാണ് ക്ഷണിക്കാൻ പോകുന്നതെങ്കിൽ മറ്റേയാൾ തത്തുല്യനായ, മനസ്സിലായോ, തത്തുല്യമായ പ്രാധാന്യം അർഹിക്കുന്ന ഒരുപാട് വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഇദ്ദേഹത്തിൻ്റെ മുഖം പരിചയമില്ലാത്തവരായിട്ട് ആരുമില്ല. ഈ അടുത്ത കാലത്ത് സൗണ്ട് തോമ എന്ന ചിത്രത്തിൽ ഒരു ശ്രദ്ധേയമായ വേഷവും കൂടി അദ്ദേഹം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം സാഗർ ഷിയാസ് ആൻഡ് ഹരിശ്രീ യൂസഫ്. നമസ്കാരം. 1973 തൊട്ട് ചേട്ടന്റെ കലാജീവിതം ആരംഭിക്കുകയായി. അപ്പൊ ചേട്ടന്റെ അത്ഭുതപ്പെട്ടു, ആര് പറഞ്ഞു വന്നു ഈ 73ന്റെ വർഷം? ചേട്ടൻ പറഞ്ഞിട്ടല്ല, ഞാൻ വെറുതെ ഒരു വർഷം ഇട്ടു. ശരിയാണ് കേട്ടത്? അയ്യോ, നിങ്ങൾ വിചാരിക്കും ഞാൻ പ്ലാൻ ചെയ്തിട്ടായിരിക്കും. ഒരിക്കലുമല്ല. ഞാൻ പലതും ചിലപ്പോ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷെ 73 ഞാൻ ഒരിക്കലും ഊഹിച്ച് പറഞ്ഞതല്ല. ഞാൻ സത്യമായിട്ട് ചേട്ടാ ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ 73 വെറും ഒരു ഊഹത്തിൽ പറഞ്ഞതാണ്. കലാജീവിതം തുടങ്ങിയത്. ഷിയാസൊക്കെ യൂസഫൊക്കെ എന്തൊരു യോജിപ്പാ പേരില്. പക്ഷെ വാസ്തവത്തിൽ നിങ്ങൾ ശത്രുക്കളാണോ? വാസ്തവത്തിൽ ഞങ്ങൾ ശത്രുക്കളല്ല. നിങ്ങൾ എവിടെയെങ്കിലും പരിപാടിക്ക് പോയിട്ട് പരസ്പരം കഴുത്തിന് കുത്തിപ്പിടിക്കുക, അത് ഞങ്ങൾ പോകുന്ന ഒറ്റക്കല്ലേ, റിമിയുടെ കൂട്ടത്തിലല്ലോ. എന്തിനാ കഴുത്തിന് കുത്തിപ്പിടിക്കണം? അന്തസ്സായിട്ട് പ്രോഗ്രാം ചെയ്യുന്നു, അന്തസ്സായിട്ട് വരുന്നു. എന്തിനാണ് റിമി ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്? പ്രശ്നം ഉണ്ടാക്കിയാണ്ടിരുന്നാ മതി. ഒറ്റ പ്രശ്നമില്ല, ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ വന്ന് ഒരുമിച്ചാണ്. ഈ പ്രശ്നം ഉണ്ടാക്കി പിരിക്കരുത്. ഇല്ല, ഒരിക്കലും ഇല്ല. ഷിയാസയോട് ചോദിക്കട്ടെ, ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഒരാളാണ്. അതായത് ഇന്ന് CD ഒക്കെ വരുന്ന മറ്റേ നമ്മുടെ റെക്കോർഡ് കാസറ്റുകളിൽ റിബൺ കാസറ്റ്, അതായത് ഇന്ന് കോമഡി ഷോയ്ക്ക് വരും. അന്നൊക്കെ ആൾക്കാർ ഈ മാവേലി കൊമ്പത്ത് പോലത്തെ കാസറ്റുകൾ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കും. ആ സമയത്ത് ആ കാസറ്റ് വാങ്ങി കേൾക്കുന്നവർക്ക് അറിയാം ഒരു പ്രത്യേകതരം ശബ്ദം അതിൻ്റെ അകത്തുണ്ട്. ഒരു പ്രത്യേക ഒച്ച, എനിക്കതറിയില്ല. അത് ആ ഒച്ച നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും, യോ ദൈവമേ ഇദ്ദേഹത്തിന്റെ ശബ്ദമായിരുന്നു എന്ന്. ചില ഇന്നത്തെ തലമുറയിൽ അറിയത്തില്ലാത്ത പിള്ളേർക്ക് അറിയിക്കാൻ വേണ്ടി ചേട്ടൻ ആ ശബ്ദം ഒന്ന് പറഞ്ഞേട്ടാ. എന്റെ അമ്മേ, അതൊരു പ്രത്യേക, ഏകദേശം ഇതിൽ നിന്നൊക്കെ ചെറിയ വ്യത്യാസമാണ് റിമിയുടെ ചിരി. സ്പീഡ് കൂടുതലാണ്, ഒരു ഫീമെയിൽ ടച്ച് ഉണ്ട്. ശരിയാണ് ചേട്ടാ, ശരിയാണ്. പക്ഷെ ഞാനത് കാസറ്റ് കണ്ട് പഠിച്ചൊന്നുമല്ല. പക്ഷെ അത് ജന്മന ഓരോരുത്തർക്ക് വരുന്നതാണ്, പകരുന്ന. ഈ ശബ്ദത്തിൽ എനിക്ക് ഇപ്പൊ നമ്മൾ എപ്പിസോഡ് തുടങ്ങുമ്പോ യൂസഫക്കയുടെ പോലും സീനിയർ ആയിരിക്കും ശരിക്കും. എന്നിട്ട് ഒരു ബഹുമാനം ഇല്ലല്ലോ. രണ്ട് കസേര ഇട്ടിട്ടില്ലല്ലോ, ഒറ്റ കസേരയല്ലേ. ഞാൻ താഴെ ഇറങ്ങിയിരിക്കണം, അതുകൊണ്ടാണ് ബഹുമാനം മനസ്സിലാണ്, പുറമെ കാണിച്ചിട്ട് കാര്യമില്ല. അല്ല, ആ ബഹുമാനം ഉണ്ടോ? ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കും, ചേട്ടന് ആവശ്യത്തിലധികം സമ്പാദിക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ ചേട്ടന്റെ ജീവിതത്തിൽ എന്താ ചേട്ടൻ ഇപ്പൊ തോന്നുന്നു? കലാജീവിതം കൂടെ ചേട്ടന് അത്യാവശ്യത്തിന് നേടി. നല്ലൊരു വീട് വാങ്ങിച്ചു, നല്ല 3 പെൺകുട്ടികളുണ്ടായി. അതിൽ മൂത്ത കൊണ്ട് കല്യാണം കഴിഞ്ഞാൽ അതിനൊരു പെൺകുട്ടി ഉണ്ടായി. ഉപ്പാപ്പായാണ്. അതുപോലെ യൂസഫൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല മോളെ, നമ്മുടെ രീതിയിലേക്ക് വളരെ വലിയ കാശൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്നാ പിന്നെ ഇവൻ ഈ മിമിക്രിയായിട്ട് കടന്നിട്ട് നശിഞ്ഞു പോയെന്ന് ആരും പറയുന്നില്ല. അത്യാവശ്യം എന്തെങ്കിലും പറയുമ്പോ നമ്മളിപ്പോ ദിലീപേട്ടന്റെ കൂടെ ഒരു ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ മാസം പോയിട്ട് വന്നേ ഉള്ളൂ. എന്തെങ്കിലും പറയുമ്പോ യൂസഫക്ക ഞാൻ നാട്ടിൽ ചെന്ന് പറയും എന്റെ പൊന്നുമോളെ പറയല്ലേ. കാരണം ആ എന്റെ വീട് ഇരിക്കുന്ന എന്റെ 3 കിലോമീറ്റർ ചുറ്റുകളവിൽ ഞാൻ വളരെ ഡീസന്റ് ആണ്. അത്രേ ഉള്ളൂ കേട്ടോ, 3 കിലോമീറ്റർ ചുറ്റളവിൽ ഭയങ്കര ഡീസന്റ്. പക്ഷെ എന്ന് വിചാരിച്ച് യൂസഫക്കെ പറ്റി പറയാനാണെങ്കിൽ അങ്ങനെ ഒരു മോശം വ്യക്തിയൊന്നുമല്ല. എല്ലാവരുടെ അടുത്തും സ്നേഹമുണ്ട്, എല്ലാവരുടെ അടുത്ത് സ്നേഹമുണ്ട്. ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ അദ്ദേഹം ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹം വാരിക്കോരി സ്നേഹം കാണിക്കും, അങ്ങനെ തമാശകൾ പറയും. അപ്പൊ നമ്മുടെ മെയിൻ സംസാര വിഷയം കങ്കാരുവിനെ പറ്റിയായിരുന്നു. യൂസഫൊക്കെ ഏതൊക്കെ രീതിയിൽ കങ്കാരുവിനെ വെച്ചിട്ട് എല്ലാം പാട്ടുകളാണ്. ഓസ്ട്രേലിയ തെണ്ടിത്തിരിയാണ് കങ്കാരു. ആസ്ട്രേലിയ ചെന്നപ്പോൾ നമ്മൾ വിചാരിച്ചല്ലോ ആസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ കങ്കാരുവിന്റെ നാടാണല്ലോ. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കങ്കാരുവിനെ കാണാൻ ചെന്നപ്പോൾ ഒരുമാതിരി തെണ്ടിത്തിരിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ ഇങ്ങനെ ചാടി വന്നിട്ട് ഇങ്ങനെ നീട്ട് നിൽക്കുകയാണ്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇതിന്റെയൊക്കെ സ്വന്തം നാടാണോ കങ്കാരു, ഒന്നും കൊടുക്കാറില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും പറയും കങ്കാരിനെ കുറിച്ച്
പാട്ടങ്ങട്ട് ഉണ്ടാക്കാൻ എന്റെ പറഞ്ഞു. ഒരു കങ്കാരിനെ പറ്റി കങ്കാരു എന്നൊക്കെ പറഞ്ഞു. കങ്കാരു കങ്കാരു ഓസ്ട്രേലിയയിലെ കങ്കാരു കങ്കാരു അതൊന്നുമല്ല. കങ്കാരു അതല്ലാണ്ട് വേറെ കേഴുമ്പോ വേറെ ഒത്തിരി പാടിയ കുറെ ഉണ്ടാക്കിയ കങ്കാരിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി ഞാനായിരുന്നു. അപ്പൊ ഇതെല്ലാം കേട്ടപ്പോ അവിടുത്തെ സ്പോൺസർ പറഞ്ഞു, സ്പോൺസർ പരിപാടി കഴിഞ്ഞ് ഞങ്ങളോട് ഹാപ്പി ആയിട്ട് വരും. യൂസഫ്, ഇനി ഒരു കാര്യം ചെയ്യൂ, സ്പോൺസറായ എന്നെ പറ്റി ഒന്ന് പുകഴ്ത്തി പാടുകയോ പറയുകയോ ചെയ്യൂ. എന്റെ ദൈവമേ, യൂസഫ് അപ്പൊ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ആ സമയത്തില്. സ്പോൺസറിനെ പറ്റി പറഞ്ഞിട്ട് അങ്ങനെ അവിടെ വെച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പുള്ളിയുടെ ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കും. എന്നെ കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ച കുഴപ്പമാണോ പറയാൻ പറഞ്ഞാൽ അങ്ങയുടെ ഭാര്യ എല്ലാരും കൂടി ഇരിക്കുന്ന സമയത്ത് പുള്ളി ആകെ പറഞ്ഞു, പുള്ളി ഇവിടുത്തെ അങ്ങ് പൊക്കി അടിക്കുമെന്ന് വിചാരിച്ചേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഷിയാസൊക്കെയുടെ ആ ശബ്ദം ഒന്നും കൂടെ കേൾക്കാൻ പറ്റുമേട്ടാ? ഇനി ആ ചിരിയില് ഇവിടെ ഒരു പാട്ട് പാടണം. ഇത് ചിരിയിലല്ല, ചേട്ടന്റെ ഭയങ്കര കാസറ്റുകൾ ഹിറ്റായ ഒരു പാട്ട്. പപ്പടങ്ങളെ നിങ്ങൾ പൊല്ലാത്ത സൃഷ്ടികളല്ലോ, നിങ്ങൾ ഈ ഓണത്തിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചയം ശൂന്യമീയോണം. പപ്പടങ്ങളെ നിങ്ങൾ വല്ലാത്ത സൃഷ്ടികളല്ലോ. ഓ ഹായ് ഹായ്. യൂസഫക്ക, നമ്മൾ കങ്കാരന്റെ പാട്ട് പാടിയ പോലെ ഞങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ചിരിച്ചു പോയ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, കസ്തൂരി മാൻമിഴിയുടെ ഏതൊരു പാട്ട് പാടിയില്ലേ? രണ്ടുപേരി പുഷ്പങ്ങൾ. ഈ പാട്ട് യൂസഫക്കയുടെ സ്വന്തമായ രചനയിലാണ്. പക്ഷെ യൂസഫക്ക ഈ പാട്ട് ഇങ്ങനെ പാടാം എന്നൊരു കേൾപ്പിച്ചു. ഇതെങ്ങനെയാണെന്നറിയോ, നാദിർഷയ്ക്ക് പാട്ട് ചെയ്യുന്നതിന് സ്റ്റാൻഡേർഡ് ഉണ്ട്, അതിന്റെ മീറ്റർ കറക്റ്റ് ആയി പാടാൻ എളുപ്പമാണ്. പിന്നെ എന്തെങ്കിലും അതിലുണ്ടാവും. ഒരു പയ്യൻ പാടിക്കൊണ്ട് വന്നതാ, രണ്ടുപേരും ആദ്യമേ ഞങ്ങളുടെ കാലിലൊക്കെ തൊട്ട് വന്നിട്ട് ഞങ്ങളെ യേശുദാസന വരെ ഞാൻ പാടുമ്പോൾ ഇക്കാടെ വോയിസ് വരും, അതുകൊണ്ട് തന്നെ ചീത്തയൊന്നും പറയില്ലല്ലോ, ഈ ഇഷ്ടം പോലെ പഠിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ വന്നിട്ട് പറഞ്ഞു, ഇവന്മാർ സ്റ്റാൻഡേർഡുള്ള പാട്ടാണ് എന്നും പറഞ്ഞെടുത്ത് കയ്യിലേക്ക് വന്നു. അതിന് പടികളാൻ പറഞ്ഞു, പാട്ട് ഞാൻ പാടാം. അപ്പോൾ ഞാൻ പിച്ചൊക്കെ പിടിച്ച് വലിയ ഗാനമേളൊക്കെ നിൽക്കൂലേ, നമ്മളെ ഭയഭക്തിയോട് കൂടി നിന്നിട്ട് പാടി കേൾപ്പിച്ച വരിയത്. ചക്കാല പറമ്പിലെ സുഖുചിരിക്കുമ്പോൾ ആഹാരശകലങ്ങൾ പല്ലിലിരിക്കും. ചക്കാല പറമ്പിലെ സുഖുചിരിക്കുമ്പോൾ ആഹാരശകലങ്ങൾ പല്ലിലിരിക്കും. ബാക്കിയില്ല, രണ്ടുപേരും പാടിയപ്പോൾ ഞങ്ങൾ ചിരിച്ചിട്ട് ഓടി. നല്ല വരികളാണ്. നാദിർഷയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് യൂസഫക്ക ഞാൻ പരിചയപ്പെടുന്നത് തന്നെ. അതായത് ഈ സിനിമയിലൊക്കെ പാടുന്നതിന് മുമ്പ് തൊട്ട് എനിക്ക് യൂസഫക്കനെ അറിയാം. പരിചയപ്പെടുന്നത് നാദിർഷയുടെ ടീമിൽ വെച്ചാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ എത്രയോ വർഷങ്ങളായിട്ട് ഒരു പക്ഷേ നാദിർഷയുടെ കൂടെ ഉള്ളതാണ് യൂസഫക്ക. അതുപോലെ ഷിയാസൊക്കെ ആണെങ്കിലും ദിലീപ് നാദിർഷ നിങ്ങളൊരു ടീം തന്നെയായിരുന്നു അല്ലെ? എത്രയോ വർഷക്കാലമായിട്ട് ചേട്ടൻ ഒരു ട്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടില്ലേ, സാഗർ എന്ന് പറഞ്ഞു. അതാണോ സാഗർ ഷിയാസ് അങ്ങനെയാണോ വന്നത്? എല്ലാവരും കലാഭവനാണ്. കലാഭവനിലാണോ ചേട്ടാ? ഹരിശ്രീ. പക്ഷെ കൂടുതൽ പേരും പല കലാഭവനിൽ എന്നുള്ള ചോദിക്കണം. കലാഭവനിൽ ഇതുവരെ പോയിട്ടേ ഇല്ല, ഞാൻ ഹരിശ്രീയിലാണ്. പക്ഷേ യൂസഫക്കയ്ക്ക് കുറെ സ്റ്റേജ് ഷോസിൽ എല്ലാവരും ഭയങ്കര കൈയടി നേടി പോകുമ്പോ ഒരു ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയത് ചാനലിലെ പ്രോഗ്രാമാണ്. യൂണിവേഴ്സൽ നാദർഷിക്കയുടെ യൂണിവേഴ്സലിൽ വന്നതിന് ശേഷമാണ് കൂടുതൽ നമ്മൾ ചാനൽ പ്രോഗ്രാം. സൗണ്ട് തോമ എന്ന ചിത്രത്തില് യൂസഫക്ക കുറച്ചേ ഉള്ളൂ എങ്കിലും ആ റോള് ഭയങ്കര രസമായിട്ട്, ആ പള്ളിയിലച്ഛനായിട്ട് വരുന്നത് ഭയങ്കര രസമായിരുന്നു. അവസാനം അച്ഛൻ ഈ പാട്ട് പാടുമ്പോഴത്തേക്ക് അച്ഛനെ കൊണ്ട് കോറസുകാരുടെ ഇടയിൽ പിടിച്ചു നിർത്തുന്നത്. യൂസഫക്ക സ്റ്റേജിൽ ചെയ്യുന്നതിൽ ഏറ്റവും ഭംഗിയായിട്ട് യൂസഫക്കയ്ക്ക് ഒരു ആത്മവിശ്വാസമുള്ള കുറച്ച് റോളുകളുണ്ട്. ജഗതി ചേട്ടൻ, മറ്റേ ഇന്നസെന്റ് ഏട്ടൻ, അച്യുതാനന്ദൻ, പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ, പിന്നെ പള്ളിയിലച്ഛൻ. അതുകൊണ്ട് ഈ പള്ളിയിലച്ഛന്റെ എന്തെങ്കിലും രണ്ട് വാക്ക് യൂസഫക്ക ഒന്ന് പറയാൻ പറ്റുമോ? കാരണം പള്ളിയിലച്ഛനൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ, പണ്ട് ഞാൻ പള്ളിയിലച്ഛന്റെ സ്റ്റൈൽ എടുത്തേണ്ടത് വെച്ചത് കുഞ്ചിയമ്മ കഞ്ചു മക്കളാണ് അഞ്ചാമനോമന കുഞ്ചു വേണം പറഞ്ഞ പദ്യം ഉണ്ട്. അതെ, ഈ പദ്യം പള്ളിയിലച്ഛൻ പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും? ആ ശരിയാണ്. പ്രിയമുള്ളവരെ, കുഞ്ചിയമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിലോ അല്ലെങ്കിൽ ആ ദിവസത്തിലോ
കുഞ്ചിയമ്മയെ കുറിച്ച് 2 വാക്ക് ഞാൻ പറയുകയാണ്. കുഞ്ചിയമ്മ കുഞ്ചു മക്കളാണ്, അല്ലെങ്കിൽ അഞ്ചാമനോമന കുഞ്ചുവാണ്. അദ്ദേഹം പഞ്ചസാര വിറ്റ് നടന്ന സാഹചര്യങ്ങളില, അല്ലെങ്കിൽ പഞ്ചസാര വിൽക്കുന്നതായിട്ടുള്ള സന്ദർഭങ്ങളില, അല്ലെങ്കിൽ ആ വേളകളില അദ്ദേഹം വളരെയധികം കഷ്ടപ്പാടുകള, വളരെയധികം ത്യാഗങ്ങള സഹിക്കേണ്ടതായി വന്നിട്ടുണ്ട് സഹോദരങ്ങളെ. സ്വന്തമായിട്ട് വഞ്ചിയുടേതാകുന്ന തുഞ്ചത്ത് പചാരച്ചാക്കുകളിലോട് ചെയ്ത് തുഞ്ചത്തിരുന്ന് ഒറ്റയ്ക്ക് തുഴഞ്ഞു പോകുന്ന കുഞ്ചു കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്റെ ഈ കഷ്ടപ്പാട് നീ കാണുന്നില്ലേ? എന്റെ ഈ ബുദ്ധിമുട്ടുകൾ നീ കാണുന്നില്ലേ? അപ്പോൾ കർത്താവ് പറഞ്ഞു, പ്രിയ സഹോദരി കുഞ്ചു, നീ പഞ്ചസാര മാത്രം കഴിക്കാതെ വല്ലപ്പോഴും ഒക്കെ ഇഞ്ചി കടിക്കുക. അങ്ങനെ വഞ്ചിയുടേതാകുന്ന തുഞ്ചത്തിരുന്ന് ഇഞ്ചി കടിച്ചുകൊണ്ട് അദ്ദേഹം കർത്താവിനെ വാഴ്ത്തി പാടുകയുണ്ടായി. കുഞ്ചിയൻ മാഹിക്ക് അഞ്ചാണ് മഹക്കൾ, അഞ്ചാമനോമന കുഞ്ചു. പഞ്ചാര വിറ്റു നടന്നോരു കുഞ്ചു, പഞ്ചാര കുഞ്ചോന്നു പേ. കുഞ്ചു മകരാജൻ, കുഞ്ചു മകരാജൻ, കുഞ്ചു മകരാജൻ. ഇതൊക്കെയായിരുന്നു നമ്മള് അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ഇവിടെ കേൾക്കാനുണ്ട്. എന്നാലും ഷിയാസിക്കയോട് ചോദിക്കുകയാണ്, ഷിയാസിക്കയുടെ മിമിക്രി കാലഘട്ടം, അതായത് സ്റ്റേജ് ഷോസ് ഇപ്പോഴും ഷിയാസിക്ക ചെയ്യുന്നുണ്ടോ? സ്റ്റേജ് ഷോസിനൊക്കെ ഇപ്പോഴും പോകാറില്ലേ? എന്നാലും ഷിയാസിക്കയുടെ ഏറ്റവും സംശയം റിമിക്ക് പോകുന്നുണ്ടോ? ഇതിന് പെൻഷനൊന്നുമില്ല, പെൻഷൻ പറ്റിയൊന്നുമില്ല. ഞാൻ സിനിമ ഇപ്പൊ മഞ്ചാടി കുരുവിലൊക്കെ അഭിനയിച്ച് ചിലരുണ്ടല്ലോ, ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇനിയിപ്പോ മിമിക്രി വേണ്ട, സിനിമ മാത്രം മതി, മിമിക്രിയിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ സിനിമ റോളുകൾ കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് സിനിമ മാത്രം ആക്കിയോ എന്നൊക്കെ ചിലർ വിചാരിച്ചിരിക്കും. പങ്കെടുക്കും. അത് പറഞ്ഞപ്പോൾ അറിഞ്ഞ ഉർവശി ചേച്ചിയുടെ ഭർത്താവായിട്ട് അഞ്ജലി മേനോൻ ഡയറക്ട് ചെയ്ത മഞ്ചാടി കുരു എന്നൊരു ഉഗ്രൻ സിനിമയില് പിന്നെ കണ്ടായിരുന്നോന്നോ? ഇത് ഞാൻ ഒരു പ്രതീക്ഷയില്ലാണ്ട് പോയി കണ്ട പടമാണ്. പക്ഷെ 2.5 മണിക്കൂർ പിള്ളേരെ വെച്ചിട്ട് എന്തു രസമായിട്ടാണ് ആ പുള്ളിക്കാരി ഇത് ഡയറക്ട് ചെയ്തതെന്ന് ശരിക്കും ഒരു കൈയടി കൊടുക്കണം. അതുപോലെ ഷിയാസിക്കയാണെങ്കിലും വളരെ ഭംഗിയായിട്ട് ചെയ്തേക്കുക. ഇപ്പൊ എനിക്ക് വേണ്ടത് സിനിമയിലെ ഡയലോഗൊന്നുമല്ല, ചേട്ടൻ സ്റ്റേജിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയ ഒരു സംഭവം, ചേട്ടൻ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സ്റ്റാർ ഉണ്ട്. நான் ஒரு தடவை சொன்னா அது 100 தடவை சொன்ன மாதிரி. ஏன் பேர் மாணிக்கம், எனக்கு இன்னொரு பேர் இருக்கு, பாஷா. ஏன் கூட பறக்க வேண்டியது எவ்வளோ பறக்கும். முதல்ல யாராவது இவனை கை வச்சா அவன் சின்ன பிள்ளைங்க தாய்ப்பாடு மாணிக்கம். இதோ பாடுற கண்ணா, இந்த பீடி வச்சு கொண்டு நான் முடிச்சுக்கிட்டேன். ஏர்ல மறைஞ்சிடிப்பா, ஒரு சுட்டிடிப்பா. അല്ലേട്ടാ, ഇതേപ്പറ്റി ഒരു വാക്ക് പറയട്ടെ. ഭയങ്കര രസമായിട്ട് തന്നെ ചേട്ടൻ ചെയ്തു. ഇപ്പൊ കുറെ നാളായിട്ട് ചേട്ടൻ ചെയ്യാണ്ടിരിക്കുന്നതായിരുന്നു, പക്ഷെ എന്നാലും നമ്മൾ പറഞ്ഞപ്പോ ചേട്ടൻ ചെയ്ത ഒരു ഉഗ്രം കൈയടികൾ. ഇതന്നെ ഈ രജനീകാന്തിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവിനോടെ ഒരു സംശയം ചോദിച്ചല്ലോ സാറേ. പ്രതിപക്ഷ നേതാവിനോട് സാറേ, ഇപ്പൊ നമ്മുടെ നാട്ടില് ഇഷ്ടംപോലെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, എന്നിട്ട് ഈ രജനീകാന്തിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സിംഗപ്പൂര് പോകും, അവിടെ പോകും, എവിടെയെങ്കിലും ഇവിടെ ചികിത്സിക്കാൻ പറ്റിയ ഹോസ്പിറ്റൽ എന്തെങ്കിലും ഒരു വ്യക്തി ചോദിച്ചു വെച്ചു. അപ്പൊ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാണ്, രജനീകാന്തിന്റെ വയറിളക്കം വന്നാൽ സിംഗപ്പൂർ തന്നെ പോകണം, കാരണം അദ്ദേഹത്തിന് ഒന്നിളകിയാൽ 100 വട്ടം ഇളകിയ മാതിരി വയറിളക്കളക്കളക്കളക്കളക്കളക്ക. എന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മ്യൂസിക്കൽ ചാറ്റ് ഷോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം 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 സ്വാഗതം. നിങ്ങൾ പോയില്ലേ? മുഖത്തിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് അങ്ങനെ ഒരു ഫോർമാലിറ്റിയുടെ ഒന്നും ആവശ്യമില്ല. അത്രയും വർഷത്തെ പരിചയമുള്ള 2 ചേട്ടന്മാരാണ്, എന്റെ സ്വന്തം ചേട്ടന്മാരാണ് ഈ ഇരിക്കുന്നത്. 1 മിസ്റ്റർ ഷിയാസ് കൈക്ക, യൂസഫ് കൈക്ക.
സ്ഥലം ഞാൻ ചോദിച്ചില്ല. ഷിയാസ്ക്ക ശരിക്കും കൊച്ചിക്കാരനാണ്. അല്ല, കൊച്ചി എറണാകുളം ജില്ലക്കാരൻ. മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ. അതുപോലെ ഞാൻ അരൂരിന് തൊട്ടടുത്ത സ്ഥലം ചന്ദിരൂർ. ഇന്നലത്തെ എപ്പിസോഡ് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി നമ്മൾ ഒന്നും കൂടെ പറയുകയാണ്. വർഷങ്ങളായിട്ട് കോമഡി സീരിയലിലൂടെയും കോമഡി ഷോസിലൂടെയും സ്റ്റേജ് ഷോസിലൂടെയും ഷിയാസ്ക്കയെ പറ്റി പറയാനാണെങ്കിൽ കോമഡി കാസറ്റുകളുടെ വിൽപ്പന തുടങ്ങിയ സമയം തൊട്ട് തൻ്റെതായ ശബ്ദ ഇതുകൊണ്ട് അത്രയും ആൾക്കാരെ ഞെട്ടിച്ചൊരു കലാകാരനാണ് ഷിയാസ്ക്ക. അത് യൂസഫൊക്കെ ആണെങ്കിലും സ്റ്റേജ് ഷോസിന്റെ ഒരുപാട് ചെയ്ത് ഇപ്പൊ സിനിമയിലാണ് സൗണ്ട് തോമ, പിന്നെ ഫ്രണ്ട്സ് എന്ന സിനിമയിലൂടെയായിരുന്നു അരങ്ങേറ്റം ഇദ്ദേഹത്തിന്റെ. അങ്ങനെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ചോദിച്ചു. പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ചെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വിശ്വസിക്കത്തില്ല. കാരണം എന്താ പറയുക, ഇത് ഏത് സീനെന്ന് ആലോചിക്കും. ഞാൻ പെയിന്റടിക്കാരുടെ കൂടെയാണെന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞല്ല, പെയിന്റടിക്കാരുടെ കൂടെ. പിന്നെ ഏതാണ് അപ്പോൾ ഈ അടുത്ത് ഞാൻ മറ്റേ പിന്നെ അമ്മയുടെ ഷോയിൽ റിഹേഴ്സലിൽ ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു. ബിജുമൻ ലാൽ സാറും കൂടി ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെന്ന് നമ്മളെ അറിയാവുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ഒരു സ്ക്രിപ്റ്റ് അതിലുണ്ടായിരുന്നു. അല്ല, മോഹൻലാൽ അല്ല, ഡയറക്ടർ ലാൽ. ചേട്ടൻ്റെ പിന്നെ ക്യാമറയുടെ മുമ്പിലാണ് ആദ്യമായിട്ട് ഞാൻ നിന്നതെന്ന് വെച്ചു. അപ്പോൾ പുള്ളി ആപ്പാടെ ഞെട്ടിപ്പോയി. ഞാനറിയാതെ ഞാൻ പറയാം ഏത് ഫ്രണ്ട്സ്, അതിലേത് സീൻ ഞാൻ പറയുന്നില്ല, ഞാൻ ആ സീൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എൻ്റെ മൊബൈലിൽ ഞാനത് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താ പറയുക, എല്ലാവർക്കും സംശയമാണ്. അത് കാരണം കാണിക്കാൻ വേണ്ടി സംശയം ഞാൻ ഇങ്ങനെ ഫീഡ് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ബിജുവിൻ്റെ കാട കാണിച്ചു കൊടുന്ന് പറയുക. അപ്പോൾ ഞാൻ എൻ്റെ ഈ മൊബൈൽ എടുത്തിട്ട് ടെൻഷൻ കൊണ്ടാണെന്ന് അറിയാൻ പോലെ ഞാൻ എവിടെയാണ് ഈ സാധനം എടുത്തിട്ട് വെച്ചേക്കണമെന്ന് പറയുന്നത്. ലാൽ കുറേ നേരമായിട്ട് പുള്ളിയിൽ കാണിക്കണം ഞാൻ പറയാം. അപ്പോൾ തന്നെ ബിജുവിനെ പറയണ വല്ല കാര്യം ഉണ്ടായിരുന്നു, വടി കൊടുത്ത് അടി മേടിച്ച പോലെ. ഈ സാധനം അത്രയും നേരം ഉണ്ടായിരുന്നു എൻ്റെ ഈ മൊബൈലിലെ ഈ സീൻ. ഞാൻ തപ്പി നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അവസാനം വേണ്ട നീ കാണിക്കണേ, വിശ്വസിച്ചു. അവസാനം ഞാൻ തപ്പി പിടിച്ച് 2 സീൻ കാണിച്ചു. അപ്പോഴാണ് എടാ ഇത് നീയായിരുന്നോ, നിനക്ക് ഇതിൽ ആരാ ചാൻസ് തന്നത്, ആരാ ഇതിൽ വിളിച്ചു തന്നത്? ഞാൻ പറഞ്ഞ മറ്റേ മരിച്ചുപോയ അരിസയുടെ ഓണർ അരീന്ദ്ര സാറാണ്. അതായത് മാനസി കാപ്പൻ സാറിന്റെ വീട്ടിലെ വേലക്കാരനായിട്ട്. അതായത് ഇവളൊരു ഊമക്കത്ത് വിടൂല്ലേ, ഊമക്കത്ത് വിടുമ്പോൾ സതീഷ എന്ന് പറയുമ്പോൾ ഒരാൾ വന്നിട്ട് ഊമക്കത്ത് നിലത്തിരുന്ന് വായിക്കുന്നില്ലേ, പ്രിയപ്പെട്ട സിറിയക്ക് മുതലാളിക്ക് അങ്ങയുടെ മകൾ ലില്ലി സിറിയക്ക് മറ്റേ പ്രേമത്തിലാണെന്ന് പറയുമ്പോൾ എന്നെ ചവിട്ടുന്നു. പിന്നെ ജയറാം കാറ് കത്തിക്കാൻ വേണ്ടി വരുമ്പോൾ എന്താണ് ഇവിടെ കൊണ്ട് ഒഴിക്കുന്നത്, പെട്രോൾ. അപ്പോൾ ഞാൻ പെട്രോൾ കാറിന്റെ പുറത്താണ് ഒഴിക്കുന്നത്, ഉള്ളിലല്ലേ. ഇത് കാറ് ഓടിക്കാനല്ല, കത്തിക്കാനാണ് മുതലാളി, ഇതേ കത്തിക്കാൻ. പിന്നെ അല്ല ആൾക്കാർക്ക് മനസ്സിലാണ്ടേ. കല്യാണ ഉണ്ണികൾ എന്ന ചിത്രത്തിലൂടെയാണ് ഷിയാസ്ക്ക വരുന്നത്. അതിനുശേഷം ഷിയാസ്ക്ക സയാമീസ് ഇരട്ടകള്, എന്താ പറയാ, ചിങ്ങം, മലയാള മാസം ചിങ്ങം 1, മിമിക്സ് ആക്ഷൻ 500, ഒരുപാട് ഇവരൊക്കെ എത്ര സിനിമകളിൽ അഭിനയിച്ചാലും ഷിയാസ്ക്കയാണെങ്കിലും യൂസഫൊക്കെയാണെങ്കിലും സ്റ്റേജിൽ ചേർന്ന ചില ഐറ്റങ്ങൾ, അതായത് അതൊരു പക്ഷെ ഒരു 10 പ്രാവശ്യം കണ്ട ആൾക്കാർ തന്നെ വീണ്ടും അടുത്ത പ്രാവശ്യം പരിപാടിക്ക് വിളിക്കുമ്പോൾ ഇത് തന്നെ ചോദിക്കുകയും ചെയ്തോളാണ് ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷെ അല്ല, അടുത്ത് ഒരു പ്രാവശ്യം പോലും ചെയ്ത് പൂർത്തിയാക്കാണ്ട് പോകുന്ന എത്ര പേര് അപേക്ഷിച്ച് നോക്കുമ്പോൾ യൂസഫ്ക്കയുടെ, ജഗതിച്ചേട്ടനെയും ഇന്നസെന്റേട്ടനെയും ഒക്കെ അത്രയ്ക്കും എത്ര പ്രാവശ്യം കാണിച്ചാലും ജനങ്ങൾ കാണാൻ മടിക്കുന്നില്ല, അല്ലെ? ശരിയല്ലേ? എന്ന് പറഞ്ഞ പോലെ ഷിയാസ്ക്കയുടെ ഒരു പാട്ടുണ്ട് ഈ ദേ മാവേലി കൊമ്പത്ത് കാസറ്റുകളുടെ ആ ഒരു സമയത്ത്. ഷിയാസ്ക്കയുടെ ഈ പ്രത്യേക ശബ്ദത്തിൽ പാടിയ കിലു 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 ഒരു കിളിമരത്തോണി, ഈ പാട്ട് ഭയങ്കര ഹിറ്റാണ്. ഈ പാട്ട് ഷിയാസ്ക്കയുടെ ഒരു പ്രത്യേക ശബ്ദത്തില് ഒരു പാരഡി പാട്ടായിട്ട് വന്നപ്പോൾ അത് ഭയങ്കര രസമുള്ള ആ പാട്ട് നമുക്ക് ഇവിടെ 2 പേര് പാടാം. തറവാടിൻ കിണർക്കരയിൽ ഞാൻ നീരാട്ടിന് പോകുമ്പോൾ ബുളുബുളും 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 ബുളുബുളു ശബ്ദം എന്റെ കിണറ്റിനുള്ളിൽ ഇടക്കിടക്കൊരു തിരയിളക്കങ്ങൾ. ബുളുബുളു ശബ്ദം എന്റെ കിണറ്റിനുള്ളിൽ ഇടക്കിടക്കൊരു തിരയിളക്കങ്ങൾ. ബുളുബുളു ശബ്ദം. പണ്ടി കിണർ കുഴിക്കുമ്പോൾ അത് സിമിന്റെ ഞണം ഇറക്കുവാൻ ഒരു വരുത്തൻ വന്നെത്തി. വാട്ട് ഈസ് സ്മാർട്ട് വരുത്തൻ? പണ്ട് കിണർ കുഴിക്കുമ്പോൾ അതിൽ സിമിന്റിന്റെ ഞണം ഇറക്കുവാൻ ഒരു വരുത്തി. അവൻ തിരിച്ചു പോയപ്പോ കൊണ്ടുപോയ എൻ്റെ വൈഫിൻ്റെ ഞാണം. കുലുക്കുലും ചെറു കുലുക്കങ്ങൾ എൻ്റെ വീടിനുള്ളിൽ ഇടക്കിടക്കൊരു ചെറുകുലുക്കങ്ങൾ, ഒരു ഭൂമി കുലുക്കങ്ങൾ. ഇതൊക്കെ ആൾക്കാർക്ക് ഒരിക്കലും മറക്കാനാവാത്ത പാട്ടുകളായിരിക്കും, അല്ലേ? കാരണം ഇന്നത്തെ പോലെ സ്ഥിരം TV-യിലെ ഒത്തിരി പരിപാടികളോ സിനിമകളോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഇതിന്റെ ഓരോ ഘട്ടം ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കും ആൾക്കാർ.
ഇപ്പോഴും യൂസഫ് ഖാൻ ആദർശികയുടെ ഒരുപാട് ദേമാവേലി കൊമ്പത്തിലൊക്കെ എപ്പോഴും യൂസഫ് ഖാൻ അതേപോലെ ഒരു വാർത്ത കേട്ട് ശരിയാണ് നടത്തില്ല. യൂസഫ് ഖാൻ ഏതോ ഒരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്നു, ആദർശിക ഒരു സ്ക്രിപ്റ്റ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ടൈറ്റിൽ ദി ദുബായ്ക്കാരൻ എന്നാണ്. അത് നടന്നത് ഒരു കോമഡി സിനിമയാണോ അതെയോ? അത്യാവശ്യം കോമഡിയും കാര്യങ്ങളെല്ലാം കൂടി ചേർന്നുള്ളൊരു ഇതാണ്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയുന്നില്ല, അത് പൂർണ്ണമായിട്ടില്ല. ഇനിയിപ്പോൾ അത് നായകൻ, പ്രൊഡ്യൂസർ ഒക്കെ കൂടി എല്ലാവരും ഒത്തുവഞ്ഞാൽ പടം അല്ലേ. ഒരുപാട് സ്റ്റേജ് ഷോസ് ലോകം മൊത്തം പര്യടനം നടത്തിയിട്ടുണ്ട്. പറയാൻ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ടാവും. പക്ഷെ എല്ലാം കൂടെ പറയാൻ നമുക്കിവിടെ സമയമില്ല. ഒരു കാര്യമെങ്കിലും പറയാൻ പറ്റുമോ? ഹരിശ്രീ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന സമയത്ത് അന്ന് 9-10 പേരുണ്ട് നമ്മുടെ ടീമിൽ. അന്ന് ഞാനാണ് സെക്രട്ടറി, ആ മിമിക്രിയുടെ സെക്രട്ടറി ഞാനാണ്. അപ്പോൾ അതിൻ്റെ കാശൊക്കെ മേടിച്ച് സാറിനെ ഏൽപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തമൊക്കെ എനിക്കാണ്. അപ്പോൾ അന്ന് 5 പേര് പെട്ടെന്ന് ലീവ് എടുക്കുകയാണ്. ഞങ്ങൾ ആകെപ്പാടെ 4 പേരേ ഉള്ളൂ. ഷോക്ക് പോവാണ്. 9-10 പേരുള്ള ടീമിൽ ഞങ്ങൾ 4 പേരും കൂടെ പോകുന്നത്. പക്ഷേ സാറിനോട് ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു, യൂസഫ് ഏതേ പോയി കളിച്ചിട്ട് വരൂ, പേടിക്കണ എന്തിരി? സാർ പേടിയല്ല, നമ്മൾ ഈ 10 അന്ന് 8,000-9,000 രൂപയ്ക്കാണ് ഈ റേറ്റ് പ്രോഗ്രാമിൻ്റെ. ഈ ഇത്രയും പേരെ കൊണ്ടുപോകുമ്പോൾ അവരുടെ പറഞ്ഞ 16 പേര് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പോണത്. അപ്പൊ ആളെ കാണിക്കണ്ടേ സംഘാടനയ്ക്കല്. അപ്പൊ എന്ന് പറഞ്ഞാൽ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള വളരെ കുറെ മിമിക്രിക്കാർ ജനിച്ചു വളർന്ന സ്ഥലത്താണ് പ്രോഗ്രാം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാണാൻ വന്ന കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പരിചയക്കാരൊക്കെ. ഞാൻ അവരെയൊക്കെ വിളിച്ച്, സാധാരണ നമ്മളൊക്കെ പറയും ഹലോ ഹാ എന്നൊക്കെ പറഞ്ഞ് വിളിയേ ഉള്ളൂ. ഞാൻ എല്ലാവരെയും വിളിച്ച് ടെമ്പോയിലേക്ക് കയറ്റി, ബാബാ കയറിയില്ലേ നമുക്ക് കയറി സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എൻ്റെ ഒരു ഐഡിയയിൽ കയറിയിട്ട് സംസാരിപ്പിച്ച്. അപ്പോൾ സംഘാടകർ വന്നൊക്കെ നോക്കിയപ്പോൾ വണ്ടിയിലൊക്കെ നിറച്ച് ആൾക്കാരൊക്കെ ആകപ്പാടെ 4 പേരേ ഉള്ളൂ. ഞങ്ങൾക്ക് ചെന്നേക്കാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാനും അതുപോലെയൊക്കെ തന്നെ ഞാൻ നിർബന്ധിച്ച്, എന്നെ കാണാൻ വന്നവരൊക്കെ ഉണ്ടല്ലോ നിർബന്ധിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോവാം, എൻ്റെ വീട് തൊട്ടടുത്താണെന്ന് അതൊന്നും പറഞ്ഞത് കാര്യമില്ല, നമ്മുടെ കൂടെ കഴിക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് അമ്പലത്തിൻ്റെ ആ സ്ഥലത്ത് കൊണ്ടിട്ട് ഒരു 10-16 പേർക്ക് വന്ന ആൾക്കാരൊക്കെ പിടിച്ച് ഭക്ഷണം കഴിപ്പിക്കാതിരുത്തി. അപ്പം സംഘാടകർ വിചാരിച്ചേക്കണം എന്താണ്, ഇവരൊക്കെ പ്രോഗ്രാമിൽ വന്നേക്കണം, നിറച്ച ആൾക്കാരുണ്ട്. ചെന്നപ്പോൾ 4 പേരേ ഉള്ളേ. പക്ഷെ സ്റ്റേജിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇവരെ കയറ്റാൻ പറ്റില്ലല്ലോ. അപ്പം അവിടെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്ന സമയത്താണ് ചെന്നപ്പോൾ സ്റ്റേജ് കണ്ടപ്പോൾ ചെറിയ സ്റ്റേജ്, ഒരു 3-4 പേർക്ക് നിൽക്കാൻ പറ്റുന്ന സ്റ്റേജേ ഉള്ളൂ. 4 പേർക്ക് നിൽക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് സ്റ്റേജ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഞാൻ അതേക്ക് പിടിച്ചങ്ങോട്ട് തൂങ്ങൽ വാങ്ങി. ഞാൻ സംഘാടകർ വിളിച്ചിട്ട് പറഞ്ഞു, ഹലോ ചേട്ടാ ഇത് ആരാ സ്റ്റേജ് ഉണ്ടാക്കിയ? എന്ത് പറ്റി? ഞങ്ങൾ കറക്റ്റായിട്ട് 22 നീളം മറ്റു എന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നു വിട്ടല്ലേ, ഇതാരാണ് ഉണ്ടാക്കിയത്? അങ്ങോട്ട് കൊടുത്തു വിട്ട്. അപ്പോൾ അല്ല ദിനേശനാണെന്നോ ആരാണെങ്കിലും ശരിയാണ് ചേട്ടാ, ഇതാണ് വളരെ എന്താണ് കളിക്കുക, ഇതെങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നില്ല, ഇതെങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ട് പറഞ്ഞാൽ അവർ അയ്യോ അതെ ഇത് നമുക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരു കാര്യം ചെയ്യും എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ട് പോക്കോ ആ രീതിയായി. നിങ്ങൾ ഞങ്ങൾ ചേട്ടാ ഞങ്ങളുടെ എല്ലാ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 പേര് 8 പേര് 7 പേര് നിറഞ്ഞിരിക്കുന്ന ഐറ്റമാണ്. ബാലെ ഡ്രാമയ്ക്ക് ഞങ്ങൾ ചെയ്യുന്നത്. ഈ 7 പേര് 8 പേർക്ക് നിൽക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഞങ്ങൾ 2-3 പേര് ഐറ്റം മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ ഇവിടെ. എന്താണെന്ന് വെച്ചാൽ അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഭാഗത്തുനിന്ന് രക്ഷപ്പെട്ടു. ഞങ്ങൾ 3-4 പേരിലുള്ള അതിനുള്ള ഐറ്റം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ 3 പേര് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഘാടകർ വരുമ്പോൾ ഞാൻ പറയും ചേട്ടാ, അപ്പൊ തന്നെ പുള്ളി ഒറ്റ ഓട്ടം. കാരണം പുള്ളിനെ വഴക്ക് പറയുന്ന വിചാരിച്ചിട്ട് പുള്ളി ഓടിക്കളഞ്ഞു. ഭാഗ്യത്തിന് നമ്മുടെ 4 പേരുള്ളവരും ഞാൻ അങ്ങനെ ഇത് വളരെ കുഴപ്പമില്ലാതെ രീതിയിൽ ഭംഗിയായി പോയി. സംഘാടകരും വഴക്ക് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു വലിയൊരു അനുഭവം. എന്നാലും നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരു മിമിക്രി ചെയ്തിട്ട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ട് വാരിക്കോരി ആൾക്കാരെ എടുത്ത് പൊക്കിക്കൊണ്ട് പോയതോ അല്ലെങ്കിൽ ഹാരം അണിയിച്ചതോ നോട്ടുമാല അണിച്ചതോ അല്ലെങ്കിൽ ചീമട്ട് എറിഞ്ഞായിട്ട് എന്തെങ്കിലും നല്ല സംഭവങ്ങളുണ്ടോ? മറയൂർ ക്ഷേത്രത്തില് തമിഴ്നാട്ടില് പ്രോഗ്രാം രജനീകാന്ത് ചെയ്തപ്പോ രജനീകാന്ത് എന്നാലും എന്റെ ഒരു ആഗ്രഹമാണ് ജഗതി ചേട്ടന്റെ ഒരു 2 വരി. എന്തുവാണ് ഇത്? പിന്നാപിന്നിന്റെ തുറങ്ങ് വെട്ടമോ ഗ്ലാസ് വെള്ളമൊക്കെ ഉണ്ട്. ഞാനേ അടിക്കത്തുള്ളൂ. ഞാൻ അടിച്ചൊരു ലെവലാകുമ്പോ നീ അടിച്ചാ മതി. അഭിരാമി ഓമന് അനാർക്കലി ഓർമ്മയുടെ കൂടാരങ്ങളിൽ പാകിടമായി പകടകളിൽ അപകടം പറ്റിയ പഞ്ചപാണ്ഡവർ നെഞ്ചുകത്തിട്ട അഭിരാമി എന്ന പഞ്ചരക്തത്തിന്റെ താഴെ തിന്റെ മൃദുല മടല മേനിയിൽ ഒടിഞ്ഞു വീഴും അടിയുള്ളവന്റെ മനം തുടിക്കുന്ന കരള. ഞാനൊരു പാട്ട് പാടാം. രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ, നീ പോകും വഴിയെല്ലാം സീത വരും കൂടെ. രണ്ടുപേരുടെയും കുടുംബ ജീവിതത്തിലോട്ട് ഒരു എത്തിനോട്ടപ്പോൾ പറഞ്ഞല്ലോ ഷിയാസിക്ക് നല്ല 3 മിടുക്കികളായ പെൺകുട്ടികളുണ്ട്. ഒരാളെ 3 മിടുക്കന്മാരായ ആൺകുട്ടികളാണ്. അത് 3 ആൺകുട്ടിയും 3 പെൺകുട്ടിയും. പെൺകുട്ടികളാകുമ്പോഴത്തേക്ക് ഒരു വിഷമല്ലോ, ഇവരെ എങ്ങനെ വളർത്തും, ഇവരെ എങ്ങനെ പഠിപ്പിക്കും. പക്ഷെ ദൈവം സഹായിച്ച് ആ പെൺകുട്ടികളുള്ള വീട് അവർക്ക് നോക്കണ്ട. ഒരാൾ നേഴ്സായി, ഇവരായി ഇതായി ജോലിയായി, ഇവരെ ആഫ്രിക്കയ്ക്ക് കൊണ്ടുപോകുന്നു, അമേരിക്കയ്ക്ക് കൊണ്ടുപോകുന്നു. 3 വളർന്ന് റിബിയായി പോരെ.
ആ ഒരു പ്രതീക്ഷയിലാണ് വളർത്തണ പെമ്മക്കളെയൊക്കെ. പക്ഷെ ആ ഒരു പ്രതീക്ഷ യൂസഫൊക്കെ ഇല്ല. എനിക്കില്ല. സാരമില്ല, പക്ഷെ ആ മക്കൾ നന്നായിട്ട് നോക്കിക്കോളൂ. യൂസഫിനെ നന്നായിട്ട് നോക്കിക്കോളൂ. പിന്നെ ചേച്ചിയുടെ പേരെന്താ? ചേച്ചിയുടെ പേര് ബാരിസ. BARIS. സഗമോദനിസ എന്നൊക്കെ പറയുന്ന ബാരിസ. ചേച്ചിയുടെ ഷൈനി. ഷൈനി. ഇപ്പൊ ഷിയാസൊക്കെ ആണെങ്കിലും യൂസഫൊക്കെ ആണെങ്കിലും അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട റോള് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. സൗണ്ട് തോമയാണോ? സൗണ്ട് തോമ പിന്നെ ഞാൻ പറഞ്ഞില്ല, സീനിയർ മാൻട്രാക്കിൽ ജഗദീഷ് ശ്രീകുമാറിന്റെ അളിയനായിരുന്നു. പിന്നെ ബാംബു ബോയ്സിൽ പുള്ളിയുടെ സഹപ്രവർത്തനായിട്ടായിരുന്നു. പിന്നെ അണുകുടുംബം.com ചെയ്തു. പിന്നെ ഇപ്പൊ 2 റിലീസ് ചെയ്യാൻ പോകണം, മിസ്റ്റർ ബീൻ, പിന്നെ പറഞ്ഞ സ്ട്രീറ്റ് ലൈറ്റ്. പടങ്ങളൊക്കെ ഇങ്ങനെ ചെറുതൊക്കെ വന്നിട്ടുണ്ട്. ഷിയാസൊക്കെ ആണെങ്കിലും മഞ്ചാടിക്കുരു നല്ലൊരു കരിയറിൽ ഇതായിരുന്നു. പിന്നെ അല്ലാണ്ട് അതിനുശേഷം പിന്നെ ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ അതിറങ്ങി. പിന്നെ ഒരു കന്നഡ ഫിലിം മറുത, അതിറങ്ങി. കന്നഡയിലൊക്കെ ചേട്ടനെ ആരെ വിളിച്ച് ഇത്ര പെട്ടെന്ന് ഇവിടുന്ന്? അത് മഴമേഘ പ്രാവൾ എന്നൊരു പടം ചെയ്തായിരുന്നു. മഴമേഘ പ്രാവുകൾ. അതിന്റെ കന്നഡ റീഷൂട്ടിങ് തുടങ്ങിയപ്പോൾ ഞാൻ ചെയ്ത പക്ഷെ അവിടെ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അന്ന് എനിക്ക് പോകാൻ പറ്റില്ല, എന്നെ പോകാൻ പറ്റില്ല. അത്യാവശ്യം പ്രോഗ്രാം തിരഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കന്നഡ എനിക്ക് അറിയില്ല. അപ്പൊ അത് കുഴപ്പമില്ല, എല്ലാവരും പറഞ്ഞ് മലയാളത്തിൽ എഴുതുന്ന പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിന് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ ഇവിടെ വന്നത്. നിങ്ങൾക്ക് ചെയ്യുന്ന ദോസ് എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ചെയ്തായിരുന്നു. ദിലീപേട്ടന്റെ ഒരു ഓർമ്മസിലെ കൂട്ടുകാരനായിട്ട് ഞാൻ ചെയ്തായിരുന്നു. അപ്പൊ അതിൽ ഒരു ചെറിയൊരു സീൻ ഉണ്ടായിരുന്നേ. ഓഡിറ്റോറിയത്തിൽ കല്യാണം നടന്നിരിക്കുകയാണ്. ദിലീപേട്ടന്റെ പെങ്ങടെ കല്യാണം നടക്കാൻ വേണ്ടി പോണ സമയത്താണ് ഒരാൾ വന്നിട്ട് പറഞ്ഞത്, ഈ പെണ്ണ് ഒളിച്ചോടിപ്പോയെന്ന് പറയുമ്പോൾ ഈ ചെറുക്കന്റെ കൂട്ടുകാരൊക്കെ എല്ലാം ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി പോകണേന്. അപ്പൊ ഇതാണ് സീൻ ചിത്രീകരിക്കാൻ പോകണം. അപ്പൊ ഡയറക്ടർ എന്നോട് വന്നിട്ട് ചോദിച്ചു, ഞങ്ങളോട് പറഞ്ഞ്, ഫ്രണ്ട്സിനോട് പറഞ്ഞ്, ഇവര് ഈ ചെറുക്കൻ്റെ വീട്ടുകാർ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരാണല്ലോ, അപ്പോൾ നിങ്ങൾ ആര് പോകരുത് 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 എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തണം. ഇതൊന്നും ഞങ്ങൾ അവരോട് പറഞ്ഞില്ല, ഓഡിയൻസിനോട് മൈക്കിൽ പറഞ്ഞത്, ഹലോ ആക്ഷൻ പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും മണ്ഡപത്തിൽ നിന്ന് എല്ലാവരും ഇറങ്ങി പുറത്തേക്ക് പോകണം, ഓക്കെ ആക്ഷൻ പറഞ്ഞ് എല്ലാവരും പുറത്തേക്ക് പോണ സമയത്ത് ഞാനൊക്കെ കൊടുത്തിട്ട് ചേട്ടാ പോരുത് പ്ലീസ്, ചേട്ടാ പോരുത് പ്ലീസ്, കാരണം ഞങ്ങളോട് പറഞ്ഞേക്കണം അങ്ങനെ കൂട്ടുകാരല്ല. അപ്പോൾ ഒരാൾ ഡയറക്ടർ പറഞ്ഞിട്ടോ പോകാൻ, ഇയാൾ ആരാണ് ഡയറക്ടർ പറഞ്ഞെന്ന് പോകാൻ, എന്നോട് ചൂടാകണം. എനിക്കാണെങ്കിൽ ചിരിയുമ്പോൾ തട്ടേ പറഞ്ഞ ഡയറക്ടർ പറഞ്ഞു പോലെ ഇയാൾ പോകട്ടൊക്കെ പറഞ്ഞു, ഇയാളാരും വേറൊരാളെ എന്നെ സാന്ത്വനിപ്പിക്കണം, ഞാൻ പുറത്തുണ്ടാവുന്നു. അതൊന്നും ഞാൻ ഫോണില്ല ചേട്ടാ, പുറത്തുണ്ടാവും. കാരണം എന്റെ കരച്ചിലായിട്ട് പുള്ളിയാണല്ലോ ഒറിജിനൽ. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ള എന്തെല്ലാം അനുഭവങ്ങളുണ്ടാവും ഓരോ സ്റ്റേജ് ഷോസിന് അതിന്റെ പുറകിൽ വരുന്ന ആൾക്കാരും അവരുടെ സംസാരവും കേട്ട് ഒരു വലിയ ഡയറി എഴുതാൻ മാത്രമുള്ള അനുഭവങ്ങളുള്ള കലാകാരന്മാരാണ് എന്തായാലും ഈ ഷിയാസിക്കയും യൂസഫൊക്കെയും. ഷിയാസിക്ക് എന്തെങ്കിലും ഒരു പാട്ട് കൂടെ പാടാൻ തോന്നുന്നുണ്ടോ? രണ്ടുപേരും പാടാൻ തോന്നുന്നുണ്ടോ? ഗേറ്റ് അടച്ചു, റെയിൽവേ ഗേറ്റ് അടച്ചു, ടെമ്പോ വാനിനുള്ളിൽ പാപ്പൻ ചേട്ടൻ കണ്ണടച്ചു. ടെൻഷനായി വരുന്നേർ കാലനായി വന്ന ട്രെയിൻ കേരളയോ പാസഞ്ചറോ. അതൊരു പാരഡി പാട്ടാണെങ്കിൽ പോലും പക്ഷെ അതിനകത്തൊരു ഒരു വേദന, ആ വേദന നമുക്കൊന്ന് മാറ്റിയെടുക്കാം. നമ്മളെ ഞാൻ ഒരു 4 വരി എഴുതിയാണ്. പൂർവഗാന്ധി എന്റെ പോറയിൽ വന്നോ ചൊല്ലി, സമരത്തിൽ പങ്കെടുക്കാൻ ഇറങ്ങൂ പാത്തോ, മോളെ ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരക്കൂ. കസ്തൂർബാ ഗാന്ധി എന്റെ പൂരയിൽ വന്നോ ചൊല്ലി, സമരത്തിൽ പങ്കെടുക്കാൻ ഇറങ്ങൂ പാത്തോ, മോളെ ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരക്കൂ. കെട്ടിയോൻ മമ്മതെന്ന് എതിർത്തു പുള്ളേ, കെട്ടിയോനെ അന്നു തന്നെ ഡൈവോഴ്സും ചെയ്ത് നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരന്നു. മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. എങ്ങനെയാണ് യൂസഫൊക്കെ എപ്പോ കണ്ടാലും ഇങ്ങനെ ഈ 16കാരനെ പോലെ ഇരിക്കുന്നതിന്റെ ഒരു രഹസ്യം എന്താണ്? ഈ ഗ്ലാമറിന്റെ രഹസ്യം എന്താണ്? തിരിച്ച് എഴുതിയാലോ? 61കാരൻ അല്ല, അത് യഥാർത്ഥ പ്രായം അല്ല. പക്ഷേ ഈ പ്രായത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ അടുത്ത് ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പോയില്ല, അല്ലേ, തമിഴ്നാട് പോയിട്ട് എവിടെയോ ഞങ്ങൾ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. ഒരു സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങൾ 8-9 പേരായിട്ട് പോയത്. അതിൽ 2 പേർക്ക് പിള്ളേരുടെ ടിക്കറ്റ് ഉണ്ടായ സംഭവം കേട്ടാ. ദിലീപേട്ടന്റെ മോള് മീനാക്ഷിക്കും റിമിക്കും പിള്ളേരുടെ ടിക്കറ്റ് 2 പേർക്ക്, ചൈൽഡ് ടിക്കറ്റ്, ഞങ്ങൾക്കൊക്കെ മേജർ ടിക്കറ്റ്. അപ്പൊ ഞാൻ റിമിക്ക് ചൈൽഡാ, സാഹിബ് വിചാരിച്ചങ്ങനെ കൊച്ചാന്ന് വെച്ച് ഒരു തൊപ്പിയൊക്കെ വെച്ചെടുത്ത് ഇല്ലേ. അപ്പൊ റിമിയുടെ ഈ പ്രായത്തിന്റെ രഹസ്യം എന്താ? എന്റെ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ചർമ്മം കിട്ടാൻ പ്രായം തോന്നും. അല്ലാതെ രഹസ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്
അല്ല ഇപ്പോഴും അതുപോലെ പണ്ട് കണ്ട എന്റെ അമ്മയായിരിക്കും. കാരണം മമ്മിയെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും എന്റെ ചേച്ചിയാണെന്നൊക്കെ ചോദിക്കും. ഒരു പക്ഷെ പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു ചർമ്മം കണ്ടാൽ പ്രായം തോലായിട്ട് സന്തൂർ ഉപയോഗിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല. ചർമ്മം അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. പണ്ട് എത്ര വർഷം 10-25 കൊല്ലം 10-60 വയസ്സുള്ള പിള്ളേരൊക്കെ ഇതുപോലെ ഇരിക്കാന്ന് പറയുന്നത് ഭയങ്കര ചർമ്മമാണ്. ഈ ചർമ്മത്തിനെ സ്തുതിച്ചിരിക്കുന്നു. അപ്പൊ എന്തായാലും ചർമ്മത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നർമ്മം കലർന്ന വളരെ മർമ്മത്തിൽ കൊള്ളുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇത്. ഒരു ആഗ്രഹം കൂടെ എനിക്കുണ്ട്. യൂസഫ് ഇന്നസെന്റ് ഏട്ടന്റെ ഒരു പാട്ടുണ്ട്. ആനച്ചന്തം ഗണപതി മേളച്ചന്തം, ആനച്ചന്തം ഗണപതി മേളച്ചന്തം, എട്ടും പൊട്ടും തിരിയാനിത്തിരി ഇന്തി ചന്തം, ഇത്തിരി ഇന്തി ചന്തം. ആനച്ചന്തം ഗണപതി മേളച്ചന്തം, ആനച്ചന്തം ഗണപതി മേളച്ചന്തം, ആനച്ചന്തം മേളച്ചന്തം, ആനച്ചന്തം ഋതമൊരു മേളച്ചന്തം, ആനച്ചന്തം റിമിയൊരു മേളച്ചന്തം, ആനച്ചന്തം ഇത് മേളച്ചന്തം. ഈ പരിപാടി അവസാനിക്കുന്ന വേളയിൽ ഇൻഡക്ഷൻ കുക്കർ സമ്മാനദാനം നിർവഹിക്കുന്നത് മറ്റാരുമല്ല, ഇനിയോ ആരാണോ? നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഇൻഡക്ഷൻ കുക്കർ കൈമാറുകയാണ്. ഒരുമാതിരി കൈമാറ്റമായി പോയി. ഇത് യൂസഫ് ഷിയാസക്കിക്ക് കൊടുക്കാം. അത് മാറ്റി വെക്കൂ. നോക്കട്ട മറ്റേ ഇൻഡക്ഷൻ കുക്കർ യൂസഫ് എനിക്കത് സ്നേഹപൂർവ്വം എനിക്ക് ഇങ്ങോട്ട് തരിക. ശരി, എനിക്ക് തരണം. സന്തോഷമായി. എനിക്കില്ലേ? നമുക്ക് ഋതം എന്ന പരിപാടിയുടെ പുതിയൊരു ഗസ്റ്റുമായിട്ട് നമ്മൾ അടുത്ത അത്ര വിഷമം തോന്നി. എനിക്ക് ആ പാട്ട് കേട്ടപ്പോൾ വിഷമം തോന്നി. യൂസഫ് മേടിച്ചു ബാരിസ ചേച്ചിക്ക് വെറും ബാലിശമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ബാരിസ ചേച്ചിക്ക് ബാരിസ ഇത്തയ്ക്ക് വേണ്ടി ഇത് കൊണ്ട് കൊടുക്കുക കേട്ടോ.